ഏറ്റവും ആദരണീയരായ രക്ഷകർത്താക്കളെ, അമ്മായികൾ, ഉമ്മമാര്, ഇളയമ്മമാര്, സഹോദരി സഹോദരന്മാര്, അളിയന്മാര്, സഹോദര ഭാര്യമാര്, മക്കൾ, മരുമക്കൾ, പേരക്കുട്ടികളെ, അസ്സലാമു അലൈക്കും. ഞങ്ങളെല്ലാം കളിച്ചു വളർന്ന ഒട്ടേറെ മംഗള കർമ്മങ്ങളും വേർപാടുകളുടെയും സ്മരണ അയവിറക്കി ഒട്ടേറെ മഹാരഥന്മാരുടെ പാദസ്പർശമേറ്റ് അനുഗ്രഹീതമായ ഈ തറവാട്ട് മുറ്റത്ത് ഒരുമിച്ച് കൂടെ ജീവിതത്തിലെ ഒരു മഹാഭാഗ്യമായിട്ട് എന്നോ കണക്കാക്കിയതായിരുന്നു. അതിന് അൽഹംദുലില്ലാഹ് ഇന്ന് വേദിയൊരുക്കി അതിന് അല്ലാഹുവിനെ വളരെ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ്. കാരണക്കാരായ എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുന്നു. ഈ ഒത്തുചേരല് എന്തിനാണെന്നും അതിന്റെ കാലിക പ്രസക്തി എന്തൊക്കെയാണെന്നുള്ള സ്വാഗതം പറഞ്ഞ കുഞ്ഞുമാൻ ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട്. എന്നാലും നമ്മുടെ വല്ലിപ്പാന്ന് ഞങ്ങളെ വല്ലിപ്പ മർഹൂം ആലിക്ക ചേക്കു മഹാൻ അവറുകളും വല്യമ്മ മുടവൻ കുരവൻ മറിയമ്മ എന്ന മാളുമ്മ ഉമ്മയും ഈ വെള്ളാമ്പാടം മണ്ണിൽ കാലുകുത്തിയിട്ട് സുമാർ 100 വർഷം അഥവാ ഒരു നൂറ്റാണ്ട് തികയാണ്. ഒരു 100 കൊല്ലം എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, ഒരു നൂറ്റാണ്ട് തികയാണ്. ഇതിന്റെ ഓർമ്മ പുതുക്കാനും നമ്മളിൽ നിന്ന് മരിച്ചു പോയവരെ സ്മരിക്കാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ഈ തറവാടിനെ കുറിച്ചും അത് വന്ന വഴിയെക്കുറിച്ചും നിങ്ങളോട് പങ്കുവെക്കാനും പരസ്പരം പരിചയപ്പെടാനും മനസ്സിലാക്കാനും വേണ്ടിയാണ് ഇങ്ങനെ വേദി വെച്ചത്. അപ്പം എല്ലാവരും പരസ്പരം മനസ്സിലാക്കി ആ വേദി ഉപയോഗപ്പെടുത്തുമെന്ന് വണ്ടൂർ കേന്ദ്രീകരിച്ച് നമുക്കൊരു ആരിക്കാ പറമ്പൻ കുടുംബ സംഗമം ഉണ്ട്. അതില് അളിയന്മാരെയും മരുമക്കളെയും പെങ്ങന്മാരെയും മക്കളെയൊക്കെ ഉൾപ്പെടുത്താൻ വേണ്ടി കുറച്ച് പരിമിതികൾ ഉണ്ടായിരുന്നു. മരണ വീട്ടിൽ വെച്ച് അല്ലെങ്കിൽ കല്യാണ വീട്ടിൽ വെച്ചൊക്കെ നമ്മൾ കാണാറുണ്ടെങ്കിലും അടുത്ത് പരിചയപ്പെടാനോ സംസാരിക്കാനോ സമയം കിട്ടാറില്ല. വന്ന കാര്യം സാധിച്ച് നമ്മൾ എല്ലാം പെട്ടെന്ന് മറന്നു. അതുകൊണ്ട് ഈ സദസ്സ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പരിചയപ്പെടാനും മനസ്സിലാക്കാനും പരമാവധി ഉപയോഗപ്പെടുത്തണമെന്ന് ഒന്നുകൂടി അഭ്യർത്ഥിക്കുന്നു. ഈ കുടുംബത്തെ കുറിച്ച് ഞാൻ മനസ്സിലാക്കിയതും കേൾവിയും പറഞ്ഞു കേട്ടതും ഇവിടെ പങ്കുവെക്കട്ടെ. അതേപോലെ നിങ്ങളുടെ അറിവും അനുഭവങ്ങളും നിങ്ങളും പങ്കുവെക്കണമെന്ന് അപേക്ഷിക്കുന്നു. വല്ലിപ്പാന്റെ ജനനത്തെ കുറിച്ചാണ് പറയുന്നത്. ഇത് ചരിത്ര വിദ്യാർത്ഥികൾക്ക് തീർച്ചയായിട്ടും ചരിത്ര വിദ്യാർത്ഥികൾക്കൊക്കെ സയൻസ് വിദ്യാർത്ഥികളായതുകൊണ്ട് ഒരു പക്ഷേ ആർക്കും ചരിത്രത്തിൽ വലിയ ഗുണമുണ്ടാകാൻ വഴിയില്ല. എങ്കിലും ചരിത്രം ഉള്ളവർക്ക് എഴുതി വെക്കാനൊക്കെ പറ്റിയ ഏടായിട്ടാണ് ഞാൻ അവിടെ പറയുന്നത്. വാണിയമ്പലത്തെ ശാന്തി നഗറിനടുത്ത് കുച്ചുണ്ട എന്ന സ്ഥലത്ത് ആലിക്കാപ്പറമ്പിൽ ചേക്കുവിന്റെയും കാളികാവ് ആമപ്പൊയിൽ സ്വദേശി പൊറ്റയിൽ ഉണ്ണിയായുവിന്റെയും മകനായാണ് ഇപ്പോൾ ജനിച്ചത്. അപ്പൊ ഉപ്പാന്റെ ഉമ്മാന്റെ ബാപ്പാന്റെ പേര് ഇപ്പൊ കിട്ടിയ ഇപ്പാന്റെ ഉപ്പാന്റെ പേര് ചേക്കുന്നും ഉമ്മാന്റെ പേര് ഉണ്ണിയായുമെന്നാണ്. വല്ലിപ്പ 2-3 മാസം ഗർഭമുള്ളപ്പോഴാണ് വല്ലിപ്പയുടെ പിതാവ് പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിനായി പുറപ്പെടുന്നത്. എങ്ങനെ പുറപ്പെട്ടു? അക്കാലത്ത് ഹജ്ജിന് പോകുമ്പോൾ നടന്നാണ് പോവുക. നടന്ന് ഹജ്ജിന് പോയ കാലമാണ്. ഇന്നത്തെ മാതിരി നമ്മളെ യാത്രാ സൗകര്യങ്ങൾ ഇല്ലാത്ത കാലമായതുകൊണ്ട് അന്ന് നമ്മൾ നടന്നാണ് ഹജ്ജിന് പോയിരുന്നത്. അപ്പം നടന്ന് ഹജ്ജിന് പോകുമ്പോൾ എന്ത് വേണമെന്ന് ചോദിച്ചാൽ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പുറപ്പെടുമ്പോ തന്നെ തിരിച്ചു വരൂല എന്നുള്ള ബോധത്തോടു കൂടി തന്നെയാണ് പോവുക. അതിനെന്താ കാരണം? കള്ളന്മാരുടെയും കൊള്ളക്കാരുടെയും വന്യമൃഗങ്ങളുടെയും ഉപദ്രവം കാരണം, അല്ലെങ്കിൽ രോഗം വന്നിട്ടും ക്ഷീണിച്ചിട്ടും ആൾക്കാർക്ക് പൊതുവെ മരിക്കും. ചിലവര് ഹജ്ജ് കഴിഞ്ഞിട്ട് മരിക്കും, ചിലവര് മക്കത്തിന് മുമ്പ് മരിക്കും. അപ്പം ഇങ്ങനെ വരുമ്പോൾ തിരിച്ചു വരൂല എന്ന് വിചാരിച്ച് അവനവന്റെ എല്ലാ ബാധ്യതയും തീർത്ത് എല്ലാ കാര്യങ്ങളൊക്കെ അവസാനിപ്പിച്ച് ഞാൻ ഇനി മണ്ണിലേക്ക് വരൂല എന്ന് പറഞ്ഞ് അക്കാലത്ത് ആചാരപ്രകാരം മരണ അടിയന്തരം കൂടി കഴിച്ചിട്ടാണ് ആര് പോവുക? ഈ പോണ ആൾക്കാർ ഹജ്ജിന് പോവുക. അപ്പോ ഇങ്ങനെ നമ്മളെ വല്ലിപ്പാന്റെ വാപ്പ ചേക്കു എന്ന് പറഞ്ഞ ഈ മഹാൻ അടിയന്തരമൊക്കെ കഴിച്ച് മൂപ്പരെ പ്രാർത്ഥന എങ്ങനെയായിരുന്നു പോലും ഈ നായി തൊട്ട മണ്ണിലേക്ക് ഇങ്ങനെ വെത്തല്ലേ. അങ്ങനെ അടിയന്തരമൊക്കെ കഴിച്ച് മൂപ്പരെ എല്ലാ ബാധകളും തീർത്ത് ഈ മനുഷ്യൻ നടന്ന് ഹജ്ജിന് പോവാണ്. അങ്ങനെ ഹജ്ജിന് പോയി ഹജ്ജ് ചെയ്തു. അതിനുശേഷം ഇന്നത്തെ മായത്തിന് അന്നുണ്ടായിരുന്ന ഈ വൈറൽ ഫീവർ